നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈശ്രീ മാട്രസസ്. വില കൂടിയ ഭാഗ്യം. അംഗീകൃത സ്വകാര്യ ലോട്ടറികൾക്ക് 28% നികുതി നിശ്ചയിച്ച GST കൗൺസിൽ യോഗം. സംസ്ഥാനങ്ങൾക്കിടയിൽ തർക്കം തുടർന്ന വിഷയത്തിൽ സർക്കാർ ലോട്ടറികൾക്ക് മുഖവിലയുടെ 12% മാത്രം നികുതിക്കും തീരുമാനം. നികുതി നിർണയം പൂർത്തിയാകാത്ത ഉൽപ്പന്നങ്ങളിൽ തീരുമാനം 30-ന് വീണ്ടും ചേർന്ന യോഗത്തിൽ. GST കൗൺസിലിന്റെ 17ാമത് യോഗത്തിൽ ഹോട്ടൽ മുറികളുടെ നികുതിയിലും ധാരണ. 2000 മുതൽ 7500 രൂപ വരെ വാടകയുള്ള മുറികൾക്ക് 18%, 7500 രൂപയിൽ കൂടിയ നിരക്കിന് 28% സേവന നികുതി. GST നടപ്പാക്കുന്നതിൽ കാലതാമസം ഉണ്ടാകില്ലെന്നും മുൻ നിശ്ചയപ്രകാരം ജൂലൈ 1-ന് തന്നെ പുതിയ നികുതി ഘടന പ്രാബല്യത്തിൽ വരുമെന്നും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. തൽക്കാലം തടയിട്ട്. പുതുവൈപ്പിലെ LPG സംഭരണ കേന്ദ്രത്തിന്റെ നിർമ്മാണം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി IOC. നിർമ്മാണം തുടരുന്നതിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി വിളിച്ച ബുധനാഴ്ചത്തെ യോഗത്തിന് ശേഷമെന്ന് S. ശർമ്മ. കോർപ്പറേഷൻ നടപടി ഇന്നത്തെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ. സ്റ്റോറേജ് പ്ലാന്റിന്റെ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ നടത്തിയ സമരത്തെ അതിക്രൂരമായി അടിച്ചമർത്തിയ DCP യതീഷ് ചന്ദ്രയെ സസ്പെൻഡ് ചെയ്യണമെന്ന് VS. ഉദ്യോഗസ്ഥന്റെ നടപടികളിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഭരണപരിഷ്കാര കമ്മീഷന്റെ കത്ത്. സമരത്തെ സർക്കാർ അനുഭാവപൂർവ്വം വിലയിരുത്തണമെന്നും ആവശ്യം. പുതുവൈപ്പിലെ പോലീസ് നടപടി അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ജനകീയ സമരങ്ങളെ അടിച്ചമർത്താതെ ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്നും ആവശ്യം. സംഘർഷത്തിൽ പ്രതിഷേധിച്ച് നാളെ വൈപ്പിനിൽ കോൺഗ്രസ് ഹർത്താൽ. അതേസമയം ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത് എല്ലാ അനുമതിയോടെയുമെന്ന് IOC. സമരം മൂലം പ്രതിദിനം കമ്പനിക്കുണ്ടാകുന്നത് 1 കോടിയുടെ നഷ്ടമെന്നും വിശദീകരണം. ഇനി ക്രൈംബ്രാഞ്ച് തിരയും. തലസ്ഥാനത്ത് സ്വാമിയുടെ ജനനേന്ദ്രിയം ഛേദിച്ച സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകാൻ തീരുമാനം. ഇത് സംബന്ധിച്ച ശുപാർശ DGPക്ക് കൈമാറി IG മനോജ് എബ്രഹാം. പുതിയ നീക്കം നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ. പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കിയ കത്തും മറ്റു തെളിവുകളും വിശദമായി പരിശോധിക്കും. പെൺകുട്ടിയുടെ വസ്ത്രത്തിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ പുരുഷബീജം കണ്ടെത്താനായില്ലെന്നും അന്വേഷണ സംഘം. നിലപാട് മാറ്റങ്ങൾ കാരണം കുഴഞ്ഞുമറിഞ്ഞ കേസ് നാളെ കോടതി പരിഗണനയ്ക്ക്. റിമാൻഡിൽ കഴിയുന്ന സ്വാമിയുടെ ജാമ്യാപേക്ഷയിലും തീരുമാനം നാളെ. പനിയിൽ പിഴവ് സമ്മതിച്ച്. സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപനം രൂക്ഷമാകുന്നതിനിടെ മാലിന്യ നിർമ്മാർജ്ജനത്തിലെ പിഴവ് സമ്മതിച്ച് മുഖ്യമന്ത്രി. കൊതുക് നശീകരണവും വൃത്തിയാക്കലും ഫലപ്രദമായ രീതിയിൽ നടത്താൻ ആരോഗ്യവകുപ്പിനായില്ല. പനിയും പകർച്ചവ്യാധികളും തടയാൻ ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായി ഇറങ്ങണമെന്നും പിണറായി. കുറ്റസമ്മതം. കേരളത്തിൽ പകർച്ചപ്പനി വ്യാപിക്കുകയും ഏറ്റവും കൂടുതൽ രോഗബാധിതർ തലസ്ഥാനത്താവുകയും ചെയ്ത സാഹചര്യത്തിൽ വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിയുമായി പ്രതിപക്ഷ നേതാവിന്റെ കൂടിക്കാഴ്ച. പനി നിയന്ത്രിക്കുന്നതിൽ ആരോഗ്യവകുപ്പ് പരാജയമെന്ന് ആരോപണം. പനി പടരുന്ന സാഹചര്യത്തിൽ പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിക്കണമെന്നും ആവശ്യം. പകർച്ചപ്പനി ശമനമില്ലാതെ തുടരുന്നതിനിടെ പ്രാദേശിക തലത്തിൽ നിരീക്ഷണ സെല്ലുകൾ രൂപവൽക്കരിക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനം. 25 വീടുകൾ വരെ ഉൾപ്പെടുന്ന ഓരോ സെല്ലിന്റെയും നിരീക്ഷണ ചുമതല അതത് തദ്ദേശ സ്ഥാപനങ്ങളിലെ കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർമാർ, ജനപ്രതിനിധികൾ എന്നിവർക്ക്. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം കുട്ടികൾ ഉൾപ്പെടെ പനിമരണത്തിന് കീഴടങ്ങിയത് 13 പേർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈശ്രീ മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.